മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് KPCC നേരിട്ടിടപെട്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്നാണ് KPCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റിനെ സംബന്ധിച്ച് അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിക്കുകയും അവരുടെ രാജിക്കത്ത് ഇന്ന് തന്നെ KPCC നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. അവരുടെ രാജിക്കത്താണത്. അപ്പോൾ അത് KPCC നേതൃത്വത്തിനാണ് ഞങ്ങൾ രാജിക്കത്ത് കൈമാറുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒട്ടേറെ പരാതികൾ ഇവർക്ക് പാർട്ടിയോട് പറയാനുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജിക്കത്ത് KPCCക്ക് കൈമാറുന്നത്. സ്വാഭാവികമായും അവരുടെ വിഷയങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പീഡനങ്ങൾ അനുഭവിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥി കൈ അടയാളത്തിൽ മത്സരിച്ചിട്ട് പോലും വിമത വിഭാഗം, ഇന്ന് ഔദ്യോഗിക വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ചില അന്നത്തെ വിമത വിഭാഗം, അവർ നടത്തിയ ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയായവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ആ പരാതികൾക്ക് കൂടി പരിഹാരമുണ്ടാകണം. തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരുടെ വീട്ടിൽ ചെന്ന് ഭീഷണി മുഴക്കുക, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ ഒട്ടേറെ അനുഭവങ്ങൾ ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാജിക്കത്ത് KPCCക്ക് കൈമാറുന്നത്. പ്രസിഡന്റ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അവർക്ക് പിന്തുണ ഇരു വിഭാഗത്തിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ രാജിവെക്കുന്നില്ല എന്നാണ് അവർ. അതായത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അവര് നിങ്ങളൊപ്പമാണ്, അതായത് അംഗങ്ങൾ വന്നു, അനന്തൊഴിച്ച് അക്ഷയ ഒഴിച്ച് ബാക്കി 8 അംഗങ്ങൾ വന്നു. അപ്പൊ നിങ്ങൾ നടത്തിയ നീക്കം അതിൽ പ്രസിഡന്റ് രാജിവെക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വിചിത്രവാദമല്ലേ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും അവർ സ്വതന്ത്ര എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ മത്സരിച്ചതും അവർ പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ളതും. സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്ര മെമ്പർ എന്ന് തന്നെയാണ് അവർ പഞ്ചായത്തിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിൽ UDF സ്വതന്ത്രം എന്നുമല്ല, വെറും സ്വതന്ത്രം എന്ന് തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യത ആക്കാൻ അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരും കോൺഗ്രസ് എന്നുള്ളതാണ് KPCC ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെ SCക്കെതിരെ അവിശ്വാസം കോൺഗ്രസ് തന്നെ കൊണ്ടുവരാനിരിക്കുകയാണ്. അപ്പം എന്തായിരിക്കും KPCC അങ്ങനെ പത്രവാർത്തയിലൂടെ പറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ മുൻപേ തന്നെ KPCC ഞങ്ങൾ അങ്ങോട്ട് അറിയിച്ചിരുന്നതാണ്. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് ഞങ്ങൾ റോജി ജോണുമായി സംസാരിച്ച് അങ്ങോട്ട് അറിയിച്ചതാണ്. എപ്പോഴാണെങ്കിലും അതെ അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ധിക്കരിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് ഞങ്ങൾ മുൻപേ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അവിശ്വാസം വരികയാണെങ്കിൽ അവിടെ ഈ BJP വോട്ട് വാങ്ങിയാണല്ലോ ടെസ്സി ജയിച്ചത്, ആ ടെസ്സിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യും? അത് പാർട്ടി പറയുമ്പോൾ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ ഉചിതമായ നടപടി സ്വീകരിക്കും.